അപ്പോൾ അഖിലേട്ടൻ അടുത്ത ജീവനുള്ള ചെമ്മീൻ കോർക്കുകയാണ്. ചെമ്മീൻ കോർത്ത ചൂണ്ട വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സമയമൊന്നും അവിടെ കിടക്കത്തില്ല. ഒന്നുകിൽ അത് മീൻ സ്ട്രൈക്ക് ചെയ്ത് അപ്പോൾ തന്നെ അതിൽ ലോക്കാവും, അല്ലെങ്കിൽ മീൻ വന്നടിച്ചിട്ട് നമ്മുടെ ചെമ്മീൻ പകുതി അവന്മാർ കടിച്ചെടുത്തുകൊണ്ട് പോകും. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെമ്മീൻ കിടന്ന് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ നല്ല ആക്ടിവിറ്റി കാണിക്കും. ഇവരെ കാലുകളിട്ട് സദാസമയം ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഈ ചെമ്മീൻ ഉള്ള ഹുക്ക് അവർ അതുമായിട്ട് ചാടിക്കളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ആക്ടിവിറ്റി കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രെഡേറ്റർ മീനുകൾ അതിൽ കയറി സ്ട്രൈക്ക് ചെയ്യും. ഒരടി പ്രതീക്ഷ തന്നെയാണ് സുരേഷേട്ടനും നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും സുരേഷേട്ടൻ എറിഞ്ഞിട്ട ചാളപ്പീസിൽ നല്ല തീപാറും ഒരടി പ്രതീക്ഷിക്കാം. ഏരിയയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതലും നമ്മുടെ ബെയ്റ്റ് വന്ന് എടുക്കാൻ ചാൻസ്. മടകളിൽ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്ന ഏരിയകൾ നമ്മൾ ഇട്ട് കൊടുത്ത ചാളയുടെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് ഉറപ്പായിട്ടും പുറത്തേക്ക് ഇറങ്ങി വരും. മച്ചന്മാരെ, അങ്ങനെ നമുക്ക് ഭംഗിയുള്ളൊരു മീൻ കയറിയിരിക്കുകയാണ്. ഇത് കലവാന്ന് വിളിക്കുന്ന മീനാണ്. നമ്മുടെ ഹമോറിൻ്റെയൊക്കെ കിടത്തി തന്നെ